കൊല്ലം വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. കൊല്ലത്ത് കൊണ്ടുവിടാനായിട്ട് ഞാൻ നേരെ ഹൈവേ കയറി പോയി. ഞാൻ നേരെ അവിടെ ചെന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ വാതിലായപ്പോഴോട് പറഞ്ഞു അങ്ങോട്ട് കയറണ്ട, അവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു. വെളിയിൽ നിർത്തി. അവരിറങ്ങി. അന്നത്തെ റേറ്റ് അനുസരിച്ച് 148 രൂപയിൽ നിന്ന് 150 രൂപയിൽ നിന്നു 90 ഇയാൾ മരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. 84 വയസ്സുണ്ടാകണം. പക്ഷേ സിവിയർ അറ്റാക്കുള്ള അയാൾ അതിനാൾ ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരിക്കുക. സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് കോൺഗ്രസിൻ്റെ നേതാവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡ്രൈവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു 40-44 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇത്രയും നാളും ഇയാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. ഇത് അടുത്ത 2029 വരുന്ന ഇലക്ഷന് മുന്നോടിയായിട്ട് ഇട്ടുകൊടുത്തൊരു സംഭവമാണ്. അല്ലാതെ ഈ 40-44 വർഷത്തിന് മുമ്പ് നടന്ന ആ ഒരു സംഭവം ഇത്രയും നാളും ഇയാൾക്ക് എവിടെയും വെളിപ്പെടുത്തണ്ടായിരുന്നേ. കോൺഗ്രസ് നേതാവായിരുന്നു സുകുമാരക്കുറുപ്പിനെ നാട് കടത്തിയത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നൊന്നും പറഞ്ഞ് ഇത്രയും കേസും ഇത്രയും ലഹളയും ഓരോ വർഷം തോറും സുകുമാരക്കുറുപ്പ് എവിടെ അവിടെ കണ്ടു ഇവിടെ കണ്ടു മറിച്ചെടുത്തുണ്ടെന്ന് പറഞ്ഞ് വരുന്ന സമയത്തൊന്നും ഇങ്ങനൊരു ഡ്രൈവറിനെ കണ്ടത് എന്തുകൊണ്ട് ഇയാൾ ഇത്രയും നാളും പറഞ്ഞില്ല? എന്നാലും ഞാനൊരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഡ്രൈവറിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കായംകുളത്തെ കോൺഗ്രസ് നേതാവെന്ന് ടാക്സി ഡ്രൈവർ ശിവദാസൻ. കൊലയ്ക്ക് ശേഷം സുകുമാരക്കുറുപ്പ് നാടുവിട്ടത് തന്റെ കാറിലാണെന്നും സുകുമാരക്കുറുപ്പിനെ കാറിൽ കയറ്റിയത് കായംകുളത്തെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നാണെന്നും ശിവദാസൻ 24-നോട് പറഞ്ഞു. മാവേലിക്കരയിലേക്കെന്ന് പറഞ്ഞാണ് ഓട്ടം വിളിച്ചതെന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കി വിട്ടതെന്നും ശിവദാസൻ പറയുന്നു. പുള്ളിക്കാരൻ എന്നെ വിളിച്ച് 7 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടുപേരെ കൊണ്ടുവിടാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. മാവേലിക്കര എന്നാ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവരെ കൊല്ലം വരെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. കൊല്ലത്ത് കൊണ്ടുവിടാനായിട്ട് ഞാൻ നേരെ ഹൈവേ കയറി പോയി. ഞാൻ നേരെ അവിടെ ചെന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ വാതിലായപ്പോഴോട് പറഞ്ഞു അങ്ങോട്ട് കയറണ്ട, അവിടെ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു. വെളിയിൽ നിർത്തി. അവരിറങ്ങി. അന്നത്തെ റേറ്റ് അനുസരിച്ച് 148 രൂപയിൽ നിന്ന് 150 രൂപയിൽ നിന്നു അവരിറങ്ങി പോവുകയും ചെയ്തു. ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോയിരുന്നു. സുകുമാരക്കുറുപ്പും പൊന്നപ്പനും ഡ്രൈവറും എനിക്കിത് അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് ഇത് കഴിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്ത് എല്ലാം കഴിഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് ഇതായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ആൾ തന്നെ ആയിരുന്നു. അത് പറഞ്ഞ് ഇത് സുകുമാരക്കുറുപ്പാണെന്ന് എന്നോട് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടം പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ നമ്മൾ ആരാ എന്ത് വന്ന് തിരക്കേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ നമ്മൾ നേരെ കൊണ്ടുവിട്ടു. അപ്പം എന്തുകൊണ്ട് ഇത്രയും വർഷം ഇത് പറഞ്ഞില്ല ഈ ഇപ്പം പറയുന്ന ഈ ഡ്രൈവർ? മാത്രമല്ല ഇപ്പം പറയുന്നു കോൺഗ്രസ് നേതാവായിരുന്നു സുകുമാരക്കുറുപ്പിനെ നാട് കടത്താൻ സഹായിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് നേതാവെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ പേരും കൂടെ അങ്ങ് പറഞ്ഞാൽ പോരെ. ആ പേരായിട്ട് ഇനി എന്തിനാ മറച്ചു വയ്ക്കുന്നത്? നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നിങ്ങളെ പോലീസ് നിങ്ങളെ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളടുത്ത് വരും, നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കും. അതിലും നല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. ആ കോൺഗ്രസ് നേതാവിൻ്റെ പേരും കൂടെ അങ്ങ് പറഞ്ഞാൽ പോരെ. ഇത്രയും പറഞ്ഞല്ലോ. എന്തായാലും വലിയ കോമഡി. എന്തായാലും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. അയാൾ വിദേശത്ത് കാണാം. അയാളെ ഫാമിലിയൊന്നും നാട്ടിലില്ലല്ലോ. അയാൾക്ക് 2 ആമക്കളാണ്. അതുപോലെ ഫാമിലിയൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി എന്തായാലും ഇത്രയും സന്തോഷകരമായിട്ട് അടിച്ചു പൊളിച്ചൊന്നും ജീവിക്കത്തില്ല. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് അബുദാബിയിൽ ഫാമിലിയായിട്ട് സെറ്റിലായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളി നാട്ടിൽ ലീവിന് വന്നിട്ട് ഈ പരിപാടി ചെയ്തത്. അപ്പോൾ എന്തായാലും പുള്ളി ഇരിപ്പില്ലെങ്കിൽ എന്തായാലും ഫാമിലിയൊക്കെ നാട്ടിൽ വരുമല്ലോ. അവിടെ നിന്നൊക്കെ കളഞ്ഞു പൊളിച്ചിട്ട് അവിടെ നിന്നൊക്കെ വിറ്റ് പൊറിച്ചിട്ട് എന്തായാലും നാട്ടിൽ വരും. ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആ ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നത്. അവരൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എങ്ങനെ പോയാലും ഇയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. ഇയാൾ നല്ല പൂത്ത പൈസ അന്നത്തെ സമയത്ത് ഇയാളെ നാട്ടിലെ ഏറ്റവും നല്ല ഒരു വീട് പണിതീരാത്തൊരു വീട് ഇപ്പോഴും ഇയാളെ പേരിൽ അവിടെ നിൽപ്പുണ്ട്, കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു വീട് ഇയാൾക്ക് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഇയാൾ എന്തായാലും ഇയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വാധീനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈവർ പറയുന്ന പോലെ ഉള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ ആ വ്യക്തിയുടെ പേര് പറയണം. എന്തുകൊണ്ട് പേര് പറയുന്നില്ല? അത്രയും പറഞ്ഞ സ്ഥിതിക്ക് പേരും കൊണ്ടൊന്ന് പറഞ്ഞൂടെ? ഇനി ആ വ്യക്തി ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കങ്ങനെ അറിയാം. കാരണം 40-47 വർഷമല്ലേ. ഇപ്പോൾ ഈ ഡ്രൈവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 70 വയസ്സ് കാണും. ഇല്ലേ? ഓക്കെ. ഇനി കുറേ ആളുകൾ പറയുന്നുണ്ട് ഈ സുകുമാരക്കുറുപ്പ്
അങ്ങാര് 84 വയസ്സ് 90 വയസ്സൊക്കെ ആയിക്കാണോ അങ്ങാര് ചത്തു. അങ്ങനെ കൂട്ടുകാർ ആ ഈ തെമ്മാടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടെ നടന്നിട്ടുള്ള അങ്ങനെ കൂട്ടുകാരിപ്പോഴും ജീവനോടുണ്ട്. മാപ്പ് സാക്ഷിയാക്കിയ ആളുകളെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വന്നിരുന്നിട്ട് സംസാരിക്കുന്ന മാപ്പ് സാക്ഷിയാക്കി. എന്തിന് മാപ്പ് സാക്ഷിയാക്കിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം സുകുമാരക്കുറുപ്പിന് കിട്ടാത്ത സ്ഥിതിക്ക് ഇവരെയൊക്കെ എന്തിനാണ് മാപ്പ് സാക്ഷിയാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ നടന്ന കളികൾ. ഇനിയെങ്കിലും ആ ചാക്കോയ്ക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾക്ക് നീതി മേടിച്ചു കൊടുക്കണം. അയാളെ ഇന്ന് നോക്കി 10-14 കൊല്ലമായിട്ട് ഒരു മനുഷ്യന് നീതി കിട്ടുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരു കളി തന്നെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് രാഷ്ട്രീയമായിട്ടും മൊത്തത്തിൽ എല്ലാം കളിയുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഇവിടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. പുള്ളി ഇപ്പം പറയുന്നത് പുള്ളി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി DGP ആയിരിക്കുന്ന സമയത്ത് പുള്ളി ഈ അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലൊക്കെ പുള്ളി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് അയാൾ എപ്പോഴേ മരിച്ചുപോയി, അയാൾക്കൊരു ഹാർട്ട് അറ്റാക്കൊക്കെ വന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. 84-90 കാലഘട്ടത്തിൽ അയാൾ ഒരു 90 കാലഘട്ടത്തോടുകൂടി അയാൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതെ എങ്ങനെ അയാൾ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാലും ജോർജ് ജോസഫ് സാറിനെ പോലുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിങ്ങനെ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതെ അയാളെ ഒരു എവിഡൻസും ഇല്ല, അയാളെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നുമില്ലാതെ എങ്ങനെ മരിച്ചെന്ന് പറയാൻ പറ്റും? എൻ്റെ പൊന്ന് സാറ് ഭയങ്കര കോമഡി ആയിപ്പോയിട്ട് നിങ്ങൾ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് തരാം. പുള്ളി ജോർജ് ജോസഫ് സാർ പറയുന്നത് ഇവിടെ കേട്ടു. ഓക്കെ ആയിരുന്നു. പക്ഷേ ICU ചാടിപ്പോയി, പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. ആ ഡോക്ടർ പറഞ്ഞു ഒരു 24 മണിക്കൂർ കൂടി സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, എവിടെയെങ്കിലും വീണ്ടും മരിക്കും. 1990 കാലഘട്ടമാണ്, 84 മുതൽ 90 കാലഘട്ടം, 6 വർഷം. ഈ സംഭവത്തിന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് ഇത് നമ്മൾ കാണുന്നത്. ഇയാൾ മരണപ്പെട്ടു. കാരണം അവിടങ്ങളിലൊക്കെ ഇന്നും അങ്ങനെയാണ്. പല ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വില്ലേജുകളിൽ അവിടെ ചെറിയ ടൗൺഷിപ്പ് ഉള്ളിടത്തൊക്കെ റോഡ് കടകളുടെ വരാന്തിലൊക്കെ ധാരാളം പേര് അന്തി ഉറങ്ങുന്നത് കാണും. വളരെ പ്രായമുള്ള ഏജിൽ അബാൻഡൻ്റ് ആൾക്കാർ, അവരെയൊക്കെ 5, 8, 10 പേര് ചില സന്ദർഭത്തിൽ കടവരാന്തിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ അവരെ കാറിൽ അവരെ ഈ കാളവണ്ടിയിലോ അല്ലെങ്കിൽ കുതിരവണ്ടിയിലോ കയറ്റിക്കൊണ്ടുപോയി ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യുന്ന അന്ന് കാലത്ത് ഇന്നും അങ്ങനെ പല ജില്ലകളിലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് 1000-1600 രൂപ കൂടുതലൊന്നും ഞങ്ങൾക്കാർക്കും ശമ്പളമില്ല. ഒരു ടൂർ പോകാനും ഒരു ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിൽ സർക്കാരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ കാലഘട്ടം. ഇന്നത്തെ പോലെ ഒരു സംവിധാനവും ഇല്ല. ഒരു ബോഡി കണ്ടെന്ന് അന്ന് DNA പോലും അന്ന് ആ ടെക്നോളജി ഒന്നും അന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കാലത്തിനെപ്പറ്റി ആ കാലഘട്ടം ഇന്നത്തെ കാലമായിട്ട് അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യുന്നവർ പലരും വളരെ ഈസി ആയിട്ട് ഒരു ബോഡി കണ്ട അത് എടുത്തുകൂടെ, അതിനൊന്നും ഉള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിനൊന്നുമില്ല, നടക്കില്ല. അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടും, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതൊക്കെ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് നമ്മൾ വളരെ അഡ്വാൻസ്ഡാണ്, മറ്റുള്ള സ്റ്റേറ്റിനെക്കാട്ടിലൊക്കെ വളരെ അഡ്വാൻസ്ഡാണ്. അത് നമ്മുടെ സ്റ്റേജിലൊന്നും അവരൊന്നും അടുത്ത കാലത്തൊന്നും എത്തൂല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെയൊക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയോ തൂങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ അന്നേരം തന്നെ അഴിച്ച് അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് പറ്റുക. ഒരു പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല. കാരണം മലയുടെ മുകളിലൊക്കെ തൂങ്ങി അവിടെ നിന്ന് ഒരാൾ ചെന്ന് ചേരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ അന്വേഷണ സമയത്ത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി അവരൊക്കെ അവിടുത്തെ പോലീസ് ഓഫീസർമാർ ചിരിക്കും. ആത്മഹത്യ ചെയ്തതിന് അത് അവർ ചെയ്ത് കുഴിച്ചിട്ടാൽ പോരെ, അതിനകത്തൊരു കേസ് പോലും എടുക്കില്ല. ഇവിടെ അങ്ങനെയല്ല കേരളത്തിലെ സിസ്റ്റം. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ജനുവരി 14, 1990 ഇയാൾ മരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, 84 വയസ്സുണ്ടാകണം. പക്ഷേ സിവിയർ അറ്റാക്കുള്ള അയാൾ അധികം നാൾ ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരിക്കുകയില്ല. കാരണം 2017 ഏതോ ഒരു SP ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ ഗവൺമെൻറ് കൊടുത്തു എന്ന് മനസ്സിലാകും. എനിക്കറിയില്ല അത് എങ്ങനെയാണ് ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കുക. കേസ് ഡയറി പരിശോധിച്ചിട്ടുള്ളവർക്ക് അതിനകത്ത് വസ്തുതകൾ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് 1990 ശേഷം സുകുമാരക്കുറുപ്പ് ഭൂമിയിലില്ല. പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പലരും അന്വേഷിക്കുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സുകുമാരക്കുറുപ്പ്
ഇതിനെപ്പറ്റി ദുബായിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ടെന്ന് പറഞ്ഞാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് സർക്കാർ ചില വിദേശത്ത് പോകാൻ പറ്റും. IPS ഓഫീസർ മാത്രമാണ് അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്, മറ്റുള്ള ഓഫീസേഴ്സിനൊന്നും അയക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറുപ്പിന് മരണമില്ല, അമരനാണ്, മലയാളി ഉള്ളിടത്തോളം കാലം കുറുപ്പ് ജീവിച്ചിരിക്കും എന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ജോർജ് ജോസഫ് സാർ പറയുന്നത് പുള്ളി ഇപ്പം ജീവനോടില്ല, പുള്ളി മരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. ഇപ്പം ഈ സിവിയറായിട്ടുള്ള അറ്റാക്ക് ആണ് പുള്ളിക്ക് വന്നതെന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഹോസ്പിറ്റലുകാരാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ഇയാൾ കൊടുത്തിട്ടുള്ള പേര്, ഈ സുകുമാരക്കുറുപ്പ് കൊടുത്തിട്ടുള്ള പേരും വിവരവും ഊരും എല്ലാം തെറ്റാണ്. പിന്നെ ഹോസ്പിറ്റലുകാർക്ക് എങ്ങനെ അറിയും ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന്? ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുകാരല്ല, അവിടെ ഒരു നേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ആ നേഴ്സ് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ പോകുന്ന വഴിക്കാണ് സുകുമാരക്കുറുപ്പിൻ്റെ വീടെന്ന് പറയുന്നത്. ഞാൻ കണ്ടു വളർന്ന ആളെന്നാണ് പറയുന്നത്. അപ്പം ഇയാളും എങ്ങനെ പോയാലും ഈ കൊച്ചിനെ അറിയാമല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബന്ധവും ഒരു അറിയാവുന്നൊരു ഇതുപോലും സാധിച്ചില്ലേ? എങ്ങനെ പോയാലും അറിയാതിരിക്കുമല്ലോ. പിന്നെയാണ് ഈ നേഴ്സിന് ഇങ്ങനൊരു സംഭവം സുകുമാരക്കുറുപ്പാണെന്ന് വരെ ഇവർ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇവർ കത്തെഴുതി പോലീസിനെ അറിയിക്കുന്നത് എന്നൊക്കെ പറയാം. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഇപ്പം ഈ സുകുമാരക്കുറുപ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ട് ട്രെയിനിൽ കയറി അവിടെ എത്തിയെന്നിരിക്കട്ടെ, ഇയാളെ കയ്യിൽ ഈ ആ സമയത്ത് ഇയാളുടെ കയ്യിൽ എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഒന്നെങ്കിൽ ഇയാൾ ആ പൈസയും കാര്യങ്ങളൊക്കെ മുമ്പേ ഇതൊക്കെ പ്രീ പ്ലാനായിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചു. കാരണം ഇയാളുടെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ എനിക്കിതിനകത്ത് സംശയം, എനിക്കിപ്പോഴും ക്ലിയർ ആവാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അബുദാബിയിൽ ഫാമിലിയായിട്ട് സെറ്റിലായി അവിടെ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തു പോന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ കമ്പനി പൂട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ കയറി വന്നു. പക്ഷേ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല, ഇതൊക്കെ പറയുന്നതാണ്. ഈ കമ്പനിയിൽ നിന്ന് ഇയാൾ കമ്പനി പൂട്ടും എന്നൊരു സ്ഥിതി വന്ന സമയത്ത് നാട്ടിൽ വന്നിട്ട് ഇൻഷുറൻസ് തുക കാണിച്ച് കുറച്ചുകൂടെ പൈസ തട്ടിയെടുക്കാൻ, ആ സമയത്ത് തന്നെ ഇയാളിൽ പൂത്ത പൈസയുണ്ട്. ആ നാട്ടിൽ ഇയാൾ ജീവിക്കുന്ന സ്ഥലത്തെ ആ ഏരിയയിൽ ഏറ്റവും വലിയ, അന്നത്തെ കാലത്തൊന്നും അത്രയും വലിയ ലക്ഷങ്ങളുടെ വീടൊന്നുമില്ല. ഇയാളെ വീട് ഇപ്പോഴും കാട് പിടിച്ച് അവിടെ കിടപ്പുണ്ട്. പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നത്തെ കാലത്ത് അത്രയും വലിയൊരു വീട് വെക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവും അന്നത്തെ കാലത്ത്. അപ്പോൾ അത്രയും പൈസ ഉള്ള ഒരാൾ വെറും 10-35 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസിൻ്റെ പേരിൽ ഇങ്ങനൊരു ഇത് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ പറവിൽ വേറെ എന്തോ സംഭവമാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ ഇതിൽ. അല്ലാതെ ഇൻഷുറൻസിലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നതാണ്. പിന്നെ ഇയാളെ കൂട്ടത്തിൽ ഇയാളെ കൂടെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാപ്പ് കാശിയാക്കി വിട്ട കുറേ ടീംസ് ഉണ്ട്. ഇയാളെ കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ ഈ കേസിനൊരു വഴിത്തിരിവുണ്ടാവാതെ അവരെന്തിന് മാപ്പ് സാക്ഷിയാക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഇതിനകത്ത് അവരും കൂടെ ഇൻവോൾവ് ആയതാണ് അല്ലേ. അപ്പം അവരെങ്ങനെ മാപ്പ് സാക്ഷിയാക്കും? അപ്പം ഇതിനകത്ത് മൊത്തത്തിൽ ഒരു കളിയുണ്ട്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. എന്തായാലും സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തതിനെ പറ്റിയിട്ട്. സുകുമാരക്കുറുപ്പ് ജീവനോടുണ്ടോ ഇല്ലയോ? 2-3 ദിവസമായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ നടന്നിട്ട് ചർച്ച ചെയ്യുവാണ് സുകുമാരക്കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങളിൽ കൂണ് പോലെ മുളച്ചുകൊണ്ട് വരുവാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഡ്രൈവർ ഇത്രയും നാളും ഇല്ലാത്ത ഡ്രൈവർ രംഗത്ത് നിന്നിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് അടുത്ത 2029 വേണ്ടിയിട്ടുള്ളൊരു പടക്കമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള കഥകൾ വരും. ഇതിനു മുമ്പ് ഡെയിലി ന്യൂസിനകത്ത് സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു മറ്റെടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് പുള്ളി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുമായിരിക്കും. ഇവന്മാരൊക്കെ എന്ത് ഈ ടോമാഞ്ചേരി കളിക്കുന്ന കണ്ടോണ്ടേ പുള്ളി എവിടെയെങ്കിലും ഇരുന്നിട്ട് ചായയും പരിപ്പാടയും കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഈ കോമാളിത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. 40 വർഷത്തിന് മേലെയായി ഇതുവരെ അയാളെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലീസിൻ്റെ കഴിവുകേട് തന്നെയാണ്. ഇതിനകത്ത് നല്ലൊരു കളി തന്നെയുണ്ട്. അയാളെ നല്ലൊരു സമ്പാദ്യം ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ ചിലവഴിക്കുന്നുണ്ടെന്ന് 100% നമുക്ക് വിശ്വസിക്കാനുള്ളൂ. ഇനി പിടിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. അയാൾക്ക് മൂക്കി കൂടെ പല്ലൊക്കെ മുളച്ചിരിക്കുന്ന സമയത്ത് 80-90 വയസ്സായിക്കണം. ഇനി പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഇനി പിടിച്ചിട്ട് അങ്ങനെയും കൂടെ പിടിച്ചിട്ട് മാപ്പ് സാക്ഷിയാക്കി വിടുക, അതേ ചെയ്യാനുള്ളൂ. ആ ചാക്കോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തായാലും നീതി കിട്ടാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ